കാര്യവുമായി ബന്ധപ്പെട്ട് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സിനിമയിലാണ് ജീവിക്കുന്നത്, സിനിമ ജീവിതമല്ല. പിന്നെ ആ സിനിമയും അദ്ദേഹത്തിന്റെ താരപ്രഭയും കണ്ടപ്പോൾ തൃശ്ശൂരിലെ കുറേയധികം വോട്ടർമാർക്ക് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം വൈകാതെ തിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഈ സന്ദർഭത്തിൽ ഏറ്റവും അധികം പശ്ചാത്തലിച്ചിട്ടുള്ള ആരായിരിക്കും? അത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു പോയ തൃശ്ശൂരുകാരായിരിക്കും എന്ന് ഞാൻ കരുതുക. എവിടെ പോയി ഭരചന്ദ്രൻ IPS? എന്തൊക്കെയായിരുന്നു? അപ്പോൾ അതെല്ലാം വെറും താരജാടകൾ മാത്രമാണ്. അതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം ആത്യന്തികമായി BJP ആണ്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് രാജ്യത്ത് ഇതിന്റെ തുടർച്ചയിൽ ഉയരേണ്ട ഏറ്റവും പ്രധാന മുദ്രാവാക്യം. ഞങ്ങളുടെ DYFI ഇത് ആവശ്യപ്പെടുകയാണ്. MB എന്നുള്ള നിലയിലും ഞങ്ങളുടെ പാർട്ടിയും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് ഈ ഡ്രക്കോണിയൻ വകുപ്പുകളുള്ള മതപരിവർത്തന നിയമം അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. ആൾക്കൂട്ട അക്രമങ്ങൾക്ക് ഈ മതപരിവർത്തന നിയമം ഒരു ആയുധമാവുകയാണ്. അവർക്ക് നിയമപരിരക്ഷ കൊടുക്കാനുള്ളതാണ് ഈ ഡ്രക്കോണിയൻ ലോ. അതുകൊണ്ട് അടിയന്തരമായി രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് അടിയന്തരമായി പിൻവലിക്കണം. രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ടത്, വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കാൻ തയ്യാറാകണം. ആൾക്കൂട്ട അക്രമങ്ങളെ നമുക്ക് ചെറുക്കാൻ കഴിയണമെങ്കിൽ ആൾക്കൂട്ട അക്രമങ്ങൾക്ക് നിയമപരിരക്ഷ കൊടുക്കുന്ന നിയമം അടിയന്തരമായി പിൻവലിക്കണം.